ഹലോ, ശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോഴേ എൻ്റെ വീഡിയോ മുഴുവനും കാണുന്നവർക്ക് ഒരു ചോദ്യമുണ്ടാവും. മിക്കപ്പോഴും പെൺകുട്ടികളുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങുന്നതും ഒന്നുകിൽ അവസാനിക്കുന്നതും, അല്ലെങ്കിൽ അതിനകത്ത് പൂർണ്ണമായ പരാമർശം അതാണല്ലോ എന്ന് നിങ്ങൾ ചോദ്യം ചോദിച്ചെന്നിരിക്കും. ഞാനത് തള്ളിക്കളയുന്നില്ല. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണല്ലോ നമ്മളിതെല്ലാം പറഞ്ഞു വരുന്നത്. എൻ്റെ ജീവിതാനുഭവവും ഇതുപോലെ ഒരു പെങ്ങളിൽ നിന്നുണ്ടായതാണ്. തകർച്ചയുടെ ഘട്ടങ്ങൾ, ഞങ്ങൾ രണ്ടും അകന്നു പോകാൻ ഒരു പെങ്ങൾ കാരണക്കാരി. എൻ്റെ മക്കളുടെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പെങ്ങന്മാർ ഇത്രയും ക്രൂരമായി പോയി എന്ന് ഞാൻ പറഞ്ഞു പോകുന്നത്. നല്ല രീതിയിൽ പോകുന്ന കുടുംബങ്ങളും കാണും കേട്ടോ. സഹോദരന്മാരുടെ ഭാര്യമാരെ അതുപോലെ കാണുന്ന, സ്വന്തം പെങ്ങളായിട്ട് കാണുന്ന സഹോദരിമാരെ കാണും. അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല. അങ്ങനെ അല്ലാത്തടത്ത് എല്ലാം കൈയടക്കാൻ ശ്രമിക്കുന്ന സഹോദരിമാരുള്ളടത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമല്ല, രണ്ടുപേരും രണ്ട് കോണിലാക്കി ജീവിതം നശിപ്പിച്ചിട്ടേ അവർ പിന്നാങ്ങുള്ളൂ. അത് അവരുടെ പ്രതികാരം എങ്ങനെയായിരിക്കും, അവരെങ്ങനെ പ്രതികരിക്കുന്നു നിങ്ങൾ വിചാരിക്കും. വാക്കുകൾ കൊണ്ടൊന്നുമല്ല, പ്രവൃത്തി കൊണ്ടുമല്ല, മൗനമായിട്ടിരുന്നാണ് അവരെ പ്രവർത്തനമില്ല. മനസ്സിലായില്ലേ? അവർ മൗനമായിട്ടിരുന്ന് പെരുമാറാറുള്ളൂ. എല്ലാം മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയില്ലേ, ഇത്തരക്കാർക്കാണ് മൗനം ഭൂഷണമായിട്ട് ആക്കിക്കൊണ്ട് മറ്റ് പെൺകുട്ടികളുടെ വന്നു കയറുന്ന സഹോദരൻ്റെ ഭാര്യമാരെ താലി പൊട്ടിക്കാൻ അല്ലെങ്കിൽ ജീവിതം കുട്ടിച്ചോറാക്കാൻ തയ്യാറെടുത്ത് വരുന്നവർ മൗനം മാത്രമായിരിക്കും. ഇവർക്ക് ഇവരുടെ കൂടെ ഇവർ ഭർത്താവുമൊക്കെ കാണും. നല്ല സുഖജീവിതം, സന്തോഷ ജീവിതമായിരിക്കും. അവർക്ക് വരെ ഭർത്താവ് വേണം, ഭർത്താവിൻ്റെ വീട്ടുകാർ വേണം, സ്വന്തം വീട്ടുകാരും വേണം. പക്ഷേ സഹോദരന് ഇതൊന്നും പാടില്ല എന്ന ചിന്താഗതിയോടുകൂടി വരുന്ന പെങ്ങന്മാരുള്ള വീട്ടിലേക്ക് എന്ത് സമാധാനത്തോടെ, എന്താശ്വാസത്തോടെ നമ്മൾ ഒരു പെൺകുട്ടി അയക്കും. ഇതൊന്നും ഒരു കല്യാണം ആലോചിച്ച് വരുമ്പോൾ ഇതൊന്നും പയ്യൻ്റെ വീട്ടുകാർ, പയ്യനും പറയില്ല, പയ്യൻ്റെ അച്ഛനമ്മമാരും പറയില്ല, ഒന്നും പറയില്ല. ഈ വരുന്ന ഈ പെങ്ങന്മാർ വീട്ടിലുണ്ടെന്നുള്ള കാര്യമുണ്ട്, പുറം ലോകം അറിയില്ല. അവർ വീട്ടിനകത്ത് തന്നെ ഇരിക്കും ഏത് സമയം. അങ്ങനെ ആരുമായിട്ട് സഹകരണമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അവർക്ക് ഇവരെക്കുറിച്ച് അറിയില്ലായിരിക്കും. പിന്നെ വല്ലപ്പോഴും തല വെളിയിലിട്ട് നോക്കുമ്പോൾ അത് വല്ലപ്പോഴും വന്നു പോകുന്നത് എന്താ, ശരിയല്ലേ?